ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ഹിരണ്യാക്ഷൻ്റെ ജന്മരഹസ്യം. ദൈത്യരാജൻ ഹിരണ്യാക്ഷനെ ശ്രീ വരാഹം വധിച്ച വാർത്ത സർവത്ര പരന്നു. പക്ഷേ വരാഹമൂർത്തിയും അസുരനും തമ്മിൽ എങ്ങനെ വിരോധികളായെന്ന കാര്യം പലർക്കും അറിയില്ല. വിതുരനു വേണ്ടി മൈത്രേയൻ ആ കഥ ഇങ്ങനെ പറഞ്ഞു. ദക്ഷ പ്രജാപതിയുടെ പുത്രിയാണ് ദിതി. പുത്രനുണ്ടാകുവാൻ ആശിച്ച് കാമാർത്തയായി ഒരു ദിവസം സന്ധ്യയ്ക്ക് അവൾ ഭർത്താവായ കശ്യപ പ്രജാപതിയുടെ അടുത്തു ചെന്നു. അപ്പോൾ ഹോമകുണ്ഡം ജ്വലിപ്പിച്ച് പ്രജാപതി സർവയജ്ഞപതിയായ ഭഗവാനെ യജിച്ച് അഗ്നിഹോത്രഗൃഹത്തിൽ ഏകാഗ്രചിത്തനായി കർമ്മം ചെയ്യുകയായിരുന്നു. പ്രാണനാഥ, ദിതി വിളിച്ചു. കശ്യപ പ്രജാപതി ഉണർന്നു കണ്ണുമിഴിച്ചു. കാമദേവൻ എനിക്ക് ഒരു ഇരിക്കപ്പുറതിയും തരുന്നില്ല. കാമപരവശയാക്കി എന്നെ വല്ലാതെ പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് അവൾ വികാരപരവശയായി വാക്കുകൾ പുറത്തുവിടാൻ കഴിയാതെ വിമ്മിട്ടപ്പെട്ട് ഭർത്താവിനെ നോക്കി. എന്തു വേണം പറയൂ, കശ്യപൻ ആരാഞ്ഞു. സന്താനഭാഗ്യം ലഭിച്ച സപത്നിമാരുടെ ഐശ്വര്യം കണ്ട് ഞാൻ മടുത്തു. മനസ്സ് എരിയുന്നു. ഐശ്വര്യലക്ഷ്മി എൻ്റെ നേരെ മുഖം തിരിച്ചിരിക്കുന്നു. കാരണം എന്തുതന്നെയായാലും കരുണ കാണിച്ച് അനുഗ്രഹിച്ചാലും പതിവ്രതകളുടെ യശസ് ലോകമെമ്പാടും വർഷിക്കണമെങ്കിൽ പുത്രഭാഗ്യം കൂടിയേ കഴിയൂ. അത് ഭഗവാന് അറിവുള്ളതല്ലേ. കശ്യപന് കാര്യം മനസ്സിലായി. പ്രജാപതി കാമാർത്തയായ പത്നിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിപ്പിച്ചു തരാം. തിരക്ക് പിടിക്കാതിരിക്കൂ. ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 വിധത്തിലുള്ള പുരുഷാർത്ഥങ്ങൾക്ക് ആസ്പദമായ പത്നിയുടെ മോഹങ്ങളെ ആരും അനുസരിക്കും. ബന്ധുവായിട്ടുള്ളവൻ സമാധാനം കിട്ടിയില്ല. എന്താണ് ഒരു സാധനത്തിന് പിടിച്ച് ഉറക്കിട്ടുള്ളൂ. ഞാൻ രാമായണ വായിക്കുന്നപ്പോ നിന്റെ മോനെ കസാലയുടെ അടിയിൽ കയറി. അറിയോ, കസാലയുടെ തുണി മാറ്റിട്ട് അതിന്റെ അടിയിൽ ഈ കസാലയുടെ കാണിക്കണം. അതിനൊക്കെ 1000 രൂപയാണ് ചേർന്നെ. അമ്മയുടെ ഇതുണ്ട് TCL. TCL ഉണ്ട് നല്ല.
അത്രയ്ക്ക് മേടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ മറ്റേ പൊട്ടറ്റ് തിന്ന് മരിക്കേണ്ടി വന്ന. സെബിനിപ്പോൾ വരുമോ? റെക്കോർഡായിട്ട് ഇങ്ങോട്ട് വരില്ലേന്ന് അറിയട്ടാ. സൗണ്ട് ഉണ്ടാകില്ലേ? ആ കഴിച്ചു. മിണ്ടല്ലേ നീ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ഹിരണ്യാക്ഷൻ്റെ ജന്മരഹസ്യം. ദൈത്യരാജൻ ഹിരണ്യാക്ഷനെ ശ്രീ വരാഹം വധിച്ച വാർത്ത സർവത്ര പരന്നു. പക്ഷേ വരാഹമൂർത്തിയും അസുരനും തമ്മിൽ എങ്ങനെ വിരോധികളായെന്ന കാര്യം പലർക്കും അറിയില്ല. വിതുരനു വേണ്ടി മൈത്രേയൻ ആ കഥ ഇങ്ങനെ പറഞ്ഞു. ദക്ഷ പ്രജാപതിയുടെ പുത്രിയാണ് ദിതി. പുത്രനുണ്ടാകുവാൻ ആശിച്ച് കാമാർത്തയായി ഒരു ദിവസം സന്ധ്യയ്ക്ക് അവൾ ഭർത്താവായ കശ്യപ പ്രജാപതിയുടെ അടുത്തു ചെന്നു. അപ്പോൾ ഹോമകുണ്ഡം ജ്വലിപ്പിച്ച് പ്രജാപതി സർവയജ്ഞപതിയായ ഭഗവാനെ യജിച്ച് അഗ്നിഹോത്രഗൃഹത്തിൽ ഏകാഗ്രചിത്തനായി കർമ്മം ചെയ്യുകയായിരുന്നു. പ്രാണനാഥ, ദിതി വിളിച്ചു. കശ്യപ പ്രജാപതി ഉണർന്നു കണ്ണുമിഴിച്ചു. കാമദേവൻ എനിക്ക് ഒരിക്കപ്പൊറുതിയും തരുന്നില്ല. കാമപരവശിയാക്കി എന്നെ വല്ലാതെ പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് അവൾ വികാരപരവശിയായി വാക്കുകൾ പുറത്തുവിടാൻ കഴിയാതെ വിമ്മിട്ടപ്പെട്ട് ഭർത്താവിനെ നോക്കി. എന്തു വേണം പറയൂ, കശ്യപൻ ആരാഞ്ഞു. സന്താനഭാഗ്യം ലഭിച്ച സപത്നിമാരുടെ ഐശ്വര്യം കണ്ട് ഞാൻ മടുത്തു. മനസ്സ് എരിയുന്നു. ഐശ്വര്യലക്ഷ്മി എൻ്റെ നേരെ മുഖം തിരിച്ചിരിക്കുന്നു. കാരണം എന്തുതന്നെയായാലും കരുണ കാണിച്ച് അനുഗ്രഹിച്ചാലും പവിത്രകളുടെ യശസ് ലോകമെമ്പാടും വർഷിക്കണമെങ്കിൽ പുത്രഭാഗ്യം കൂടിയേ കഴിയൂ. അത് ഭവാന് അറിവുള്ളതല്ലേ? കശ്യപന് കാര്യം മനസ്സിലായി. പ്രജാപതി കാമാർത്തയായ പത്നിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ആഗ്രഹങ്ങളെ ഞാൻ സാധിപ്പിച്ചു തരാം. തിരക്ക് പിടിക്കാതിരിക്കൂ. ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 വിധത്തിലുള്ള പുരുഷാർത്ഥങ്ങൾക്ക് ആസ്പദമായ പത്നിയുടെ മോഹങ്ങളെ ആരും അനുസരിക്കും. ബന്ധുവായിട്ടുള്ളവൻ മറ്റ് ആശ്രമങ്ങൾക്ക് താങ്ങും തണലുമേകും. പത്നിയെ ആരും വിഷമിപ്പിക്കുകയില്ല. പ്രിയതമയുടെ ആഗ്രഹങ്ങൾ പൂവണിഞ്ഞു കാണുവാൻ എനിക്കും കൊതിയുണ്ട്. ശ്രേയസ് ആഗ്രഹിക്കുന്ന ഗൃഹസ്ഥൻ്റെ പാതി ശരീരഭാഗത്തിൻ്റെ യഥാർത്ഥ അവകാശി സ്ത്രീയാണ്. അവളെ ശേഷിച്ച എല്ലാ സമ്പത്തും ഏൽപ്പിച്ച് ഗൃഹസ്ഥൻ നിശ്ചിന്തനായി കാലം കഴിക്കണമെന്നാണ് പണ്ഡിതമതം. മറ്റുള്ള ആശ്രമികൾക്ക് ജയിക്കാനാവാത്ത ഇന്ദ്രിയ ശത്രുക്കളിൽ നിന്നും ഭാര്യയുടെ സഹായത്താൽ രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നു. നീ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് പകരം നന്മ ചെയ്യാൻ വളരെ അധികം ബുദ്ധിമുട്ടേണ്ടി വരും. എങ്കിലും കഴിയുന്നതും സാധിപ്പിച്ചു തരുവാൻ ഞാൻ ഒരുക്കമാണ്. എന്നാൽ ധൃതി കാട്ടരുത്. അല്പം സാവകാശം തരണം. സജ്ജനങ്ങൾ നിന്ദിക്കാൻ ഇടവരുത്തരുത്. നിന്ദിച്ചാൽ കുലമഹിമയ്ക്ക് കളങ്കം വന്നു ചേരും. നല്ല സമയം കാത്തിരിക്കുക.
കശ്യപന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദിതിക്ക് കോപം വന്നു. അവൾ ഭർത്താവിനെ കടന്നു പിടിക്കുവാൻ മുന്നോട്ടെടുത്തു. പക്ഷേ പ്രജാപതി പിടികൊടുത്തില്ല. പിന്നോട്ടു നീങ്ങി. ശാന്തനായി ഭാര്യയെ വീണ്ടും ഉപദേശിച്ചു. പക്വതയില്ലാതെ നീ പെരുമാറുന്നത് ശരിയല്ല. സന്ധ്യാസമയമാണ്. ഇപ്പോൾ ബന്ധപ്പെടുന്നത് നിഷിദ്ധമാണ്. രുദ്രപാർഷദന്മാർ സന്ധ്യാവേളയിൽ ഭൂതപ്രേതാദികളോടൊപ്പം സഞ്ചരിക്കുന്നു. കൂടാതെ കാളപ്പുറത്തേറിയ പരമശിവനെയും കാണാം. സന്ധ്യാവന്ദന സമയത്ത് മുക്കണ്ണൻ ഈ രംഗം ദർശിക്കാനിടയായാൽ സർവനാശം ഫലമാകുന്നു. ഭർത്താവ് എത്ര ഉപദേശിച്ചിട്ടും ദിതിയിലെ വികാരം കെട്ടടങ്ങിയില്ല. അത് കൂടുതൽ ശക്തിയോടെ തിളച്ചു പൊങ്ങി. അവൾ ലജ്ജ കൂടാതെ കുലടയെപ്പോലെ ബ്രഹ്മർഷിയുടെ വസ്ത്രത്തിൽ കടന്നുപിടിച്ചു. പരസ്പരം അടുത്തു. വികാരം ആളിക്കത്തി. നിഷിദ്ധ കർമ്മമാണെന്ന ചിന്ത വെടിഞ്ഞ് അവൾ അദ്ദേഹത്തെ ഗാഢം പുണർന്നു. രണ്ടുപേരും ഏകാന്തതയിൽ പ്രവേശിച്ചു. പുത്രോത്പാദനം നടന്നു. പ്രജാപതി കടമ നിർവഹിച്ച നിർവൃതിയിലാണ്ടു. പരമാത്മസ്വരൂപം ധ്യാനിച്ചുകൊണ്ട് നദിയിലിറങ്ങി കുളിച്ചു. സന്ധ്യയെ വന്ദിച്ചു. പ്രണവം ജപിച്ചു. പ്രാണായാമം ചെയ്തു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു. അജ്ഞാനം അകറ്റി മനസ്സ് ശുദ്ധീകരിച്ചു. ദിതിയുടെ മനസ്സിൽ കർമ്മദോഷം അന്ധകാരം വിതച്ചു. അവൾ ഭർത്താവിനെ അടുത്തു ചെന്ന് ലജ്ജിച്ച് മുഖം കുനിച്ചു നിന്നു. കശ്യപൻ അവളെ ശ്രദ്ധിച്ചില്ല. മൗനം അവലംബിച്ചു. ദിതിയുടെ മനസ്സിൽ പശ്ചാത്താപാഗ്നി പടർന്നു കത്തി. അവൾ കുറ്റബോധത്തോടെ ലോകനാഥനോട് പ്രാർത്ഥിച്ചു. ഭൂതപതിയായ രുദ്രദേവ, എൻ്റെ വയറ്റിൽ വളരുന്ന ഗർഭത്തെ നശിപ്പിക്കരുതേ. ഞാൻ എല്ലാം മറന്ന് ഒരു ദുർബല നിമിഷത്തിൽ ചെയ്ത തെറ്റ് പൊറുത്ത് മാപ്പാക്കണേ. അങ്ങ് ഭക്തന്മാർക്ക് അഭീഷ്ടദാതാവും നിഷ്കാമന്മാർക്ക് ആനന്ദപുരുഷനുമാണ്. ദുഷ്ടന്മാർക്ക് ശിക്ഷ നൽകുന്നവനും സംഹാരത്തിൽ ഉഗ്രമൂർത്തിയുമാണ്. സോദരീ ഭർത്താവും സതീപതിയുമാകുന്നു. എൻ്റെ കുറ്റങ്ങളും കുറവുകളും പുറത്ത് എന്നിൽ കാരുണ്യം വർഷിക്കണമേ. ഭയാക്രാന്തയും പശ്ചാത്താപ വിവശയുമായ പത്നിയുടെ പ്രാർത്ഥന കേട്ടപ്പോൾ ഭർത്താവിൻ്റെ മനസ്സിന് കാഠിന്യം കുറഞ്ഞു. കശ്യപൻ ശാന്തനായി പറഞ്ഞു, മനസ്സിലെ അശുദ്ധിയും എൻ്റെ ആജ്ഞ ധിക്കരിച്ചതുമൂലമുണ്ടായ ദോഷവും കാരണം അമംഗളന്മാരായ 2 പുത്രന്മാർ നിനക്കുണ്ടാകുവാൻ ഇടയാകും. അവർ 3 ലോകങ്ങളെയും ലോക സംരക്ഷകരെയും ദ്രോഹിച്ച് കരയിപ്പിക്കും. നിരപരാധികളായ പ്രജകളെ കൊന്നുവീഴ്ത്തും. സ്ത്രീകളെ അപമാനിക്കും. അപ്പോൾ ഭഗവാൻ കോപിച്ചവതരിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിക്കും. ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദിതിയുടെ മനസ്സിലെ കൊടുങ്കാറ്റ് അമർന്നടങ്ങി. അവൾ തൻ്റെ മോഹങ്ങൾ ഭഗവാനോട് തുറന്നറിയിച്ചു. കരുണാവാരിതേ, സാക്ഷാൽ ഭഗവാൻ എൻ്റെ മക്കളെ വധിക്കുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതൊരിക്കലും ക്രൂധനായ ബ്രാഹ്മണനിൽ നിന്നും ആകരുതെന്ന് മോഹമുണ്ട്. ബ്രാഹ്മണശാപത്താൽ മരിക്കാനിടവന്നാൽ ആരിലും ഒരു അനുകമ്പയും ഉണ്ടാവില്ല. അത് സജ്ജനങ്ങൾക്കിടയിൽ മതിപ്പില്ലാതാക്കും. ബ്രാഹ്മണശാപമേറ്റ് മരിക്കുന്നത് കുലമഹിമ കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. കശ്യപൻ ഭാര്യയെ സമാധാനിപ്പിച്ചു. അവളുടെ നനഞ്ഞ കണ്ണുകൾ തുടച്ചു. തെറ്റു ചെയ്തെങ്കിലും പശ്ചാത്തപിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടായല്ലോ. ഉടനെ തന്നെ വീണ്ടുവിചാരവും ഭക്തിയും ജനിച്ചു. ഭഗവാനോടുള്ള ആദരവും വർദ്ധിച്ചു. അതുകൊണ്ട് നിന്റെ പുത്രൻ്റെ പുത്രരിൽ ഒരാൾ നല്ലവനായിത്തീരും. അവൻ്റെ യശസ് ആകാശത്തോളം ഉയരും. മഹാത്മാക്കൾ സന്തോഷത്തോടെ അവനെ പുകഴ്ത്തും. അവൻ എന്നും ശുദ്ധ മനസ്സിൻ്റെ ഉടമയായിരിക്കും. ഭഗവാന് പ്രിയപ്പെട്ടവനും. പുത്രന്മാർക്ക് മരണം ഭഗവാന്റെ കൈകൊണ്ടാകയാൽ മുക്തി ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭർത്താവിൻ്റെ വാക്കുകൾ ദിതിയുടെ മനസ്സിന് കുളിരേകി. ഇതിൽ കൂടുതൽ ഒരമ്മയ്ക്ക് പുത്രനു വേണ്ടി എന്ത് നന്മ ചെയ്യുവാൻ കഴിയും? ശ്രീകൃഷ്ണൻ്റെ കൈകൊണ്ട് മരിക്കുവാൻ കഴിഞ്ഞാൽ യമപുരി പോകേണ്ടതില്ല. ജനന മരണങ്ങളില്ലാത്ത വിഷ്ണുലോകം അവർക്ക് സ്വന്തം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി നാളെ നമുക്ക് അടുത്ത ഒരു കഥയുമായിട്ട് കണ്ടുമുട്ടാം. ഹരേ കൃഷ്ണ.